ക്രിയേഷൻ ടീമിൻ്റെ വചനവീതിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ജപമാല എന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ധ്യാനിക്കുന്നത്. 1917 ഒക്ടോബർ മാസം 13 പരിശുദ്ധ ദൈവമാതാവ് ഫാത്തിമയിൽ ലൂസി, ഫ്രാൻസിസ്, ജസീന്ത എന്ന 3 കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ടു. പരിശുദ്ധ ദൈവമാതാവ് ആ കുട്ടികളോട് ഇപ്രകാരം പറഞ്ഞു: മക്കളെ, നിങ്ങൾ കൊന്ത ചെല്ലണം, നന്നായിട്ട് കൊന്ത ചെല്ലണം. സ്നേഹമുള്ളവരെ, ഇന്ന് കത്തോലിക്ക വിശ്വാസികൾ അവരുടെ കുടുംബങ്ങളിൽ വളരെയേറെ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ തന്നെ കൊന്ത ചൊല്ലി വരുന്നു. എന്താണ് കൊന്ത എന്ന വാക്കിനർത്ഥം? കൊന്ത എന്ന വാക്കിനർത്ഥം എണ്ണം എന്നാണ്. കോന്ത എന്ന പോർട്ടുഗീസ് പദത്തിൽ നിന്നാണ് കൊന്ത എന്ന വാക്ക് രൂപപ്പെട്ടത്. ഇതിനെ ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് റോസറി. റോസാരിയം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് റോസറി എന്ന വാക്ക് രൂപപ്പെട്ടത്. ഇതിൻ്റെ അർത്ഥം റോസപ്പൂക്കളാൽ മെനഞ്ഞെടുത്ത ഒരു കിരീടമെന്നാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ ഭക്തിപൂർവ്വം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ശിരസിൽ അണിയുന്നതിനായി നമ്മൾ റോസപ്പൂക്കളാൽ ഒരു കിരീടം മെനഞ്ഞെടുക്കുകയാണ് ചെയ്യുക. വിശുദ്ധ ഫ്രാൻസിസ് തൻ്റെ ദിനവൃത്താന്ത പുസ്തകത്തിൽ ഒരു സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. അതിപ്രകാരമാണ്: ഒരിക്കൽ ഒരു സന്യാസി ആശ്രമത്തിൽ ഒരു സന്യാസി ഉണ്ടായിരുന്നു. ഈ യുവ സന്യാസി എല്ലാ ദിവസവും അത്താഴത്തിന് മുമ്പ് ഒരു ജപമാല ചൊല്ലുന്ന പതിവുണ്ടായിരുന്നു. എന്നാൽ ഒരിക്കൽ അദ്ദേഹത്തിന് ജോലി തിരക്ക് മൂലം ആ ജപമാല ചൊല്ലുവാനായിട്ട് സാധിച്ചില്ല. അത്താഴത്തിനായി കൂട്ടുശാലയിൽ എല്ലാവരും ഒരുമിച്ച് കൂടി. അപ്പോൾ തൻ്റെ ഈ സാഹചര്യം ഈ യുവ സന്യാസി തൻ്റെ സുപ്പീരിയറിനോട് അറിയിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു: അങ്ങ് അനുവദിക്കുന്നെങ്കിൽ ഞാൻ ഈ ജപമാല ചൊല്ലിയിട്ട് വരാം. അപ്പോൾ ആ സുപ്പീരിയർ ഈ യുവ സന്യാസിയെ ജപമാല ചൊല്ലുവാനായി അനുവദിച്ചു. യുവ സന്യാസി തൻ്റെ മുറിയിലേക്ക് പോയി അവിടെ ജപമാല ചൊല്ലുവാൻ ആരംഭിച്ചു. കുറെ കഴിഞ്ഞിട്ടും ഇദ്ദേഹത്തെ കാണാത്തതുകൊണ്ട് സുപ്പീരിയർ 2 പേരെ അന്വേഷിക്കുവാനായി പറഞ്ഞു വിട്ടു. അവരെ കാണാതെ വന്നപ്പോൾ ഇവരെല്ലാവരും കൂടെ ഈ യുവ സന്യാസിയുടെ മുറിയുടെ അരികിലേക്ക് ചെന്നപ്പോൾ അവർ കണ്ട കാഴ്ച, ഈ അന്വേഷിച്ചു പോയ 2 വ്യക്തികളും യുവ സന്യാസിയുടെ മുറിയുടെ ജനലിൽ അകത്തേക്ക് നോക്കി നിൽക്കുന്നതാണ് കാണുവാൻ കഴിഞ്ഞത്. ഇവര് അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച, ഈ യുവ സന്യാസി തൻ്റെ മുറിയിൽ ഭക്തിപൂർവ്വം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു. ആ മുറിയിലെ പരിശുദ്ധ അമ്മ തൻ്റെ ദൂതന്മാരോടൊപ്പം പ്രത്യക്ഷപ്പെട്ട് നിൽക്കുകയാണ്. ഈ യുവ സന്യാസി ഭക്തിപൂർവ്വം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഓരോ സ്വർഗസ്ഥനായ പിതാവ് ചെല്ലുമ്പോഴും തൻ്റെ നാവിലൂടെ ഒരു ചുമന്ന റോസപ്പൂവും, ഓരോ നന്മ നിറഞ്ഞ മറിയം ചൊല്ലുമ്പോഴും തൻ്റെ അധരത്തിലൂടെ ഒരു വെള്ള റോസപ്പൂവും താഴേക്ക് വീണുകൊണ്ടേയിരുന്നു. പരിശുദ്ധ അമ്മയുടെ ദൂതന്മാർ ഈ ഓരോ പൂക്കളും പെറുക്കിയെടുത്ത് പരിശുദ്ധ അമ്മയുടെ ശിരസിൽ ഒരു കിരീടം അണിയുന്ന കാഴ്ചയാണ് അവർ കണ്ടത്. സ്നേഹമുള്ളവരെ, നമ്മൾ ജപമാല ചൊല്ലുവാനായി നമ്മുടെ മുറിയിൽ മുട്ടുകുത്തുമ്പോൾ, പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ പ്രാർത്ഥനാ മുറിയിലൊക്കെയും കടന്നു വരുന്നു. സ്നേഹമുള്ളവരെ, നമ്മൾ വളരെയേറെ ശ്രദ്ധയോടും വിശുദ്ധിയോടും ഭക്തിയോടും കൂടെ നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധ അമ്മയുടെ ശിരസിൽ അണിയുന്നതിനായി റോസപ്പൂക്കളാൽ ഒരു കിരീടം തീർക്കുകയാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണമേ. നമ്മൾ ഈ അവസരത്തിൽ ഓർക്കുന്നത് നല്ലതാണ്. നമ്മൾ എപ്രകാരമാണ് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത്? അലസതയോടും ഉദാസീനതയോടും അശ്രദ്ധയോടും കൂടെയാണോ നമ്മൾ ചൊല്ലാറുള്ളത്? സ്നേഹമുള്ളവരെ, നമുക്ക് പരിശുദ്ധ അമ്മയുടെ ജപമാല നമുക്ക് ഏറ്റവും വളരെ ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ചൊല്ലുന്നവരായി മാറാം. കാരണം നമ്മൾ യേശുവിൻ്റെ ജനനവും പരസ്യ ജീവിതവും പീഡാസഹനവും മരണവും ഉയർപ്പും സ്വർഗാരോഹണമാണ് നമ്മൾ ജപമാലയിലൂടെ ധ്യാനിക്കുന്ന ധ്യാനവചനങ്ങൾ, സംഭവങ്ങൾ.
പ്രിയമുള്ളവർ, ഇത് വിശുദ്ധ കുർബാന പോലെ തന്നെ വളരെ ശ്രേഷ്ഠമുള്ളതാണ്. ആയതിനാൽ വളരെ ഭക്തിയോട് ശ്രദ്ധയോടുകൂടെ നമുക്ക് ജപമാല ചൊല്ലുന്നവരായി മാറാം. നമ്മൾ ജപമാല ഭക്തിയോടെ ചെല്ലുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും പൈശാചിക ശക്തികൾ വിട്ടുപോകുന്നു. നമ്മുടെ കുടുംബങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയുന്നു. നമ്മുടെ നിയോഗങ്ങളുടെ മേൽ ദൈവാത്മാവ് കടന്നു വരുന്നു. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ആയതിനാൽ നമുക്ക് പരിശുദ്ധ അമ്മയുടെ ജപമാല ഭക്തിപൂർവ്വം ചൊല്ലുന്ന വ്യക്തികളായി നമുക്ക് മാറാം. അതിനായി ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.